ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടായേക്കും. ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ അർജുന്റെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് 5 നോട്ടിന് മുകളിലാണ്. ഇത് 4 ആയാൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം. കാർവാറിൽ നിന്നുമുള്ള നാവികസേനാംഗങ്ങളായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ദൌത്യം പുനരാരംഭിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെടാൻ ഇന്ന് രാവിലെ MK രാഘവൻ MP-യുമായി അർജുന്റെ ബന്ധുക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത്. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും അർജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നില്ലെന്ന പരാതിക്കിടെയാണ് ഈ വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മുഖ്യമന്ത്രി രേഖാമൂലം അർജുന്റെ കുടുംബത്തെ അറിയിച്ചത്. കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ തിരച്ചിൽ വൈകുന്നതിനുള്ള ആശങ്ക കുടുംബം അറിയിച്ചിരുന്നു. അർജുനെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യവും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരുന്നു. അർജുൻ ഉൾപ്പെടെ കാണാതായ 3 പേരെയും കണ്ടെത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് കർണാടക സർക്കാർ അറിയിച്ച കാര്യവും മുഖ്യമന്ത്രിയുടെ കത്തിലുണ്ടായിരുന്നു. അതേസമയം അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുമെന്ന് കോഴിക്കോട്ടെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. അർജുൻ വർഷങ്ങളായി ബാങ്കിലെ ഇടപാടുകാരനായിരുന്നെന്നും കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും ബാങ്കും അറിയിച്ചു. ജൂലൈ 16-ാം തീയതിയാണ് കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാവുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി തിരച്ചിൽ പൂർണ്ണമായി നിലച്ചിരുന്നു. അർജുനെ കാണാതായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്. കർണാടക സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള അമർഷം കേരളം രേഖപ്പെടുത്തിയതുമാണ്. അർജുനെ തിരയാനുള്ള സമ്മർദ്ദം കർണാടക സർക്കാരിന് മേൽ ചുമത്താൻ മലയാളികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അർജുനുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റുകളും കാര്യക്ഷമമായാണ് ഓരോ മലയാളികളും ഷെയർ ചെയ്തത്. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താനുള്ള യജ്ഞത്തിൽ മലയാളികൾ ഉൾപ്പെടെ പങ്കെടുത്തു എന്ന് തന്നെ വേണം പറയാൻ.